എന്തുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസി യഹൂദനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ അവന് നന്മ വരുവാൻ ആഗ്രഹിക്കണം? ഇത് രണ്ടും ലോകത്തിൽ വളരെ ഏറെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യഹൂദന്മാരുടെ നന്മ ആഗ്രഹിക്കുകയും അവൻ്റെ പക്ഷം ചേരുകയും അവന് വേണ്ടി ചിന്തിക്കുകയും അവൻ്റെ ജയം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം ക്രിസ്തീയ വിശ്വാസത്തിൽ ഉണ്ട്. അതിൻ്റെ കാരണം വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്, സാക്ഷാൽ യഹൂദനാണ് ക്രിസ്തുവേശു. ക്രിസ്തുവേശു ഈ ലോകത്തിലേക്ക് വന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ സ്വന്തമായതിലേക്ക് വന്നു. അവൻ വന്നത് ഇസ്രായേലിലാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ എന്നിങ്ങനെ 4ാമത്തെ ഗോത്രമായ യഹൂദ ഗോത്രത്തിൽ ആണ് യേശു വന്ന് ജനിക്കാനിടയായി തീർന്നത്. അങ്ങനെ സ്വന്തമായതിലേക്ക് അവൻ വന്നു. എന്നാൽ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശുവിനെ യഹൂദന്മാർ കൈക്കൊണ്ടില്ല. ഇസ്രായേലിയർ അവനെ ഗണ്യമാക്കിയില്ല. അവനെ അവർ ക്രൂശിച്ചു. തുടർന്ന് തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷ ഫലമേൽപ്പിച്ചതിന് ശേഷം യേശു ലോകം വിട്ട് ആത്മീയ മണ്ഡലങ്ങളിൽ പ്രവേശിച്ചു. ശിഷ്യന്മാരുടെ കാലമായപ്പോഴേക്കും യഹൂദന്മാരിൽ ഒരു ഭാഗം വിശ്വസിച്ചുവെങ്കിലും അധികം പേരും, വിശേഷാൽ പുരോഹിതന്മാരും ലേവ്യരും പ്രഭുക്കന്മാരും ശ്രേഷ്ഠന്മാരും ഒന്നും ക്രിസ്തുയേശുവിനെയും അവൻ്റെ ജനനത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും അവനാണ് ക്രിസ്തു എന്നുള്ള കാര്യത്തെയും അംഗീകരിച്ചില്ല. അങ്ങനെ അംഗീകരിക്കാതെ വന്നപ്പോൾ അവർ അപ്പോസ്തലന്മാരെ, അവരുടെ പ്രവൃത്തിയെ എതിർത്ത് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോസ്തലന്മാർ അവരെ വിട്ട് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജാതികളിലേക്ക് രക്ഷ തിരിച്ചു. അങ്ങനെ ക്രിസ്തുവേശുവിൽ കൂടിയുള്ള രക്ഷയും പ്രത്യാശയും യഹൂദനെ വിട്ട് ജാതികളിലേക്ക് തിരിക്കാൻ ദൈവം തൻ്റെ ആത്മാവിനാൽ അപ്പോസ്തലന്മാർക്ക് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് അവർ ജാതികളിലേക്ക് തിരിഞ്ഞു. അതുവരെയും യഹൂദന്മാർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഈ രക്ഷയുടെ വാഗ്ദാനം ജാതികളിലേക്കും കൂടി തിരിഞ്ഞപ്പോൾ അനേക മനുഷ്യർ കൂടി വരുവാനിടയായി തീർന്നു. ഇത് കണ്ടപ്പോൾ യഹൂദന് അസൂയ വന്നു, കോപം ജ്വലിച്ചു, അവന് എരിവ് വന്നു. ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം മുതൽ, യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിര് പറഞ്ഞു. അതായത്, യഹൂദനെ വിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത് ജാതികൾ കേൾക്കട്ടെ, മറ്റ് ലോകത്തിലുള്ളവർ മനുഷ്യരല്ലേ, അവർ കേട്ടോട്ടെ, അവർക്ക് രക്ഷ വരുത്തുവാനുള്ള ദൂത് അവരെ അറിയിക്കാൻ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയിൽ ജാതികളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യമുണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. യഹൂദന്മാർ കേട്ടോ, നിങ്ങളോട് ആണ് ഈ വചനം ആദ്യം പറയേണ്ടത്. നിങ്ങളുടെ നിങ്ങളിലേക്കാണ് ക്രിസ്തു വന്നത്, നിങ്ങളിലാണ് ക്രിസ്തു ജീവിച്ചത്, നിങ്ങൾക്കാണ് രക്ഷകർത്താവ് കൊണ്ടുവന്നത്. നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ സ്വീകരിച്ചില്ല. മാത്രമല്ല, തേജസ്സിന്റെ കർത്താവിനെ നിങ്ങൾ ക്രൂശിക്കുകയും ചെയ്തു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് വചനം പറയുകയാണ്. നിങ്ങൾ ക്രൂശിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരസിച്ചു കളഞ്ഞ ആ രക്ഷ ലോകജാതികൾക്ക് പ്രസംഗിക്കുക, അതിന് നിങ്ങൾക്ക് എന്താ? പൗലോസും ബർന്നബാസും കൂടി ഈ കാര്യം പറഞ്ഞപ്പോഴുണ്ടായ സംഭവമാണ്. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഭൂമിയുടെ അറ്റം വരെയും മനുഷ്യർ കിടക്കുകയാണ്, അവർക്കൊക്കെയും ഈ സുവിശേഷം അറിയിപ്പാൻ ദൈവത്തിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന ജാതികൾ സന്തോഷിച്ചു. കാരണം യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്ന ക്രിസ്തു, ലോകരക്ഷകനായ ക്രിസ്തു, യഹൂദനെ രക്ഷിക്കാൻ വന്നവനായ ക്രിസ്തു, യഹൂദനായി ആ ക്രിസ്തു, അവൻ രക്ഷാമാർഗം അറിയിച്ച ക്രിസ്തു, അവനെ അവർ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞ് ക്രൂശിച്ച് കൊന്ന്, എന്നിട്ടും
മാനസാന്തരപ്പെടാതെ അവന്റെ നാമത്തിലുള്ള രക്ഷ പ്രസംഗിക്കുന്നത് തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇതാ ആ രക്ഷ ഇന്ന് ദൈവം തന്റെ അപ്പോസ്തലന്മാരിൽ കൂടി ഞങ്ങളോട് പ്രസംഗിച്ചു. ഇതിനു മുമ്പത്തെ അനുഭവം എന്താണെന്നറിയാമോ? ജാതികൾക്ക് യെരൂശലേം ദേവാലയത്തിൽ ചെല്ലാനുള്ള ഒരു ഇടമുണ്ട്. യഹൂദന് ചെല്ലാവുന്ന ഇടമല്ല. യഹൂദന് ചെല്ലാവുന്ന ഇടത്തെല്ലാം ജാതിയായ ഒരുവന് ചെല്ലാൻ പാടില്ല. പുറം പറമ്പിൽ നിൽക്കുന്ന അവസ്ഥ. ജാതികൾക്ക് ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ, അവർക്കൊരു കോർട്ടുണ്ട് അവിടെ. അവിടം വരെ അവർക്ക് ചെല്ലാൻ പാടുള്ളൂ. കാരണം അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ നിന്ന് അവർക്ക് അവർ നഷ്ടപ്പെടുത്തിയ രക്ഷ സൗജന്യമായിട്ട് ജാതികൾക്ക് ലഭിച്ചു എന്ന് വന്നപ്പോൾ ജാതികൾ സന്തോഷിച്ചു. ഇന്ന് അവരുടെ പരമ്പര ക്രിസ്തീയ വിശ്വാസികളായി. ഇന്ന് പാരമ്പര്യവും പ്രതാപവും സൽപ്പേരും പ്രസിദ്ധിയും എല്ലാമായി ഒരു ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ അവർക്ക് യഹൂദന്റെ മുൻപിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: അന്ന് നീ തള്ളിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ, അന്ന് നീ നിരസിച്ചു കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ തലമുറ രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി, അതുകൊണ്ട് എനിക്കും എൻ്റെ തലമുറയ്ക്കും രക്ഷ വന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ ജനം തന്നെയാണ്. അവന്റെ ഭ്രംശം എൻ്റെ രക്ഷയായി തീർന്നു. അതോടൊപ്പം ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു വാക്കുകൂടി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിപ്രകാരമാണ്: റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ, നിങ്ങൾ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളാരും നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ ബലം കൊണ്ടോ നിങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നും ഇതിൽ വന്നുവെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇന്ന് അവര് ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത വിധം ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ താൽക്കാലികമാണ്. ഈ കഠിനാവസ്ഥയൊക്കെ മാറും. ഏതുവരെ? ജാതികളുടെ സംഖ്യ തീരുന്നവരെ. അതായത് യഹൂദനൊഴികെ ബാക്കിയുള്ള എല്ലാവരും ജാതികളാണ്. ഇസ്രായേലിനൊഴികെ ബാക്കിയുള്ള എല്ലാവരും ജാതികളാണ്. അവരിൽ നിന്ന് ക്രിസ്തുവേശുവിൽ രക്ഷപ്പെടുന്നവർക്ക് എണ്ണമുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് എണ്ണം. ആ എണ്ണം എന്ന് തീരുന്നുവോ അന്ന് യഹൂദന്റെ കാഠിന്യം മാറും. യഹൂദൻ ക്രിസ്തുവിനെ അംഗീകരിക്കും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അവർ ക്രിസ്തുവിനെ അറിയും, ക്രിസ്തുവിനെ സ്വീകരിക്കും. രക്ഷ അവരിലേക്ക് മടങ്ങും. തുടർന്ന് പിന്നെ ജാതികളിൽ നിന്ന് രക്ഷയില്ല. പിന്നെ ജാതികളിൽ നിന്ന് ഒരാളും ക്രിസ്തീയ വിശ്വാസികളായി, ആത്മീയ യഹൂദനായി തിരഞ്ഞെടുപ്പെടുക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസിക്ക്, വചനപ്രകാരം നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് യഹൂദൻ ശത്രുവല്ല. പിന്നെയോ അവന്റെ ഹൃദയകാഠിന്യമാണ് ഇന്ന് ഞാൻ ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്നത്. അവന് രക്ഷ വരും. അവന്റെ കാഠിന്യം മാറി രക്ഷ വരും. അതിനു മുൻപേ ഞാൻ ക്രിസ്തീയതയിൽ പൂർത്തി പ്രാപിച്ച് ക്രിസ്തുവേശു എന്ന തലയോളം വളർന്നിരിക്കണം.